ഉണ്ട്. അനുമോൾക്ക് അങ്ങനെ വലിയ സുഹൃത്തുക്കളും അതിൻ്റെ അകത്തില്ല. പിന്നെ ഇവരെ കുറച്ച് ആളുകൾ അനുമോളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിനകത്ത് ഇവരെ അവൾക്ക് അറിയുമ്പോൾ കൂടുതൽ വർത്താനം പറയുകയും അവളെ എന്നിട്ട് ചെയ്യുന്നപ്പോ അനീഷ് ഷാനവാസ് അവർക്ക് അനുമോള് ചെറിയ രീതിയിൽ ഒരു പിന്നെ ഈഷിൻ അവർക്ക് ചെറിയ പിന്തുണ കൊടുക്കുന്നുണ്ട്. അല്ലാതെ അനുമോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ പെങ്ങളെ പോലെ തന്നെ അത്രയും നടന്ന ആളാണ്. പിന്നെ എനിക്ക് അങ്ങനെ ഫേവറേറ്റ് കാണിക്കാൻ പറ്റില്ല. കാരണം ഞാൻ ബിഗ് ബോസിൽ പോയത് എന്ന് പറഞ്ഞാല് ആ ഷോയുടെ ഒരു നമ്മള് ഹോട്ടൽ ടാസ്കില് രണ്ട് ഗസ്റ്റായിട്ട് ഞാൻ ഷോയിൽ പോയത്. അപ്പോൾ നമുക്ക് എനിക്ക് അനുമോളെ പോലെ തന്നെ ഷാനവാസ്, ഈഷിൻ, അതുപോലെ എന്റെ സുഹൃത്തിന്റെ ചേട്ടനാണ് അനീഷ്, അതുപോലെ അക്ബർ എന്റെ ഫ്രണ്ടാണ്. അതിനകത്ത് ഓൾമോസ്റ്റ് എല്ലാ ആളുകളും എന്റെ സുഹൃത്തുക്കളൊക്കെയാണ്. എനിക്ക് പുറത്ത് അറിയുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അത് അങ്ങനെ ഒരു അങ്ങനത്തെ ഒരു ഷോ ആണ്. അപ്പൊ നമ്മള് അനുമോൾ എന്ന് പറഞ്ഞാൽ എനിക്ക് അങ്ങനെ ചെയ്യാൻ തോന്നി. കാര്യം എനിക്ക് ചെയ്യണമെന്ന് ഞാനെപ്പോഴും ഓഡിയൻസായിട്ട് ബിഗ് ബോസ് ഷോ കാണുന്ന ആളാണ്. അപ്പൊ ഓഡിയനായിട്ട് ഷോ കാണുമ്പോൾ ഓഡിയൻസിന് ഒരു 10% 20% 30% ആളുകൾക്ക് തോന്നിയൊരു കാര്യമായിരിക്കും. ആ പാവ ഒന്ന് അവിടെ പോയിരുന്നെങ്കിൽ, അവിടെ നിന്ന് പോയി കിട്ടിയിരുന്നെങ്കിൽ ചിലപ്പോൾ അനുമോള് കുറച്ച് ആളുകൾ പോയി സംസാരിച്ച് കുറച്ച് പവർഫുൾ ആയിട്ട് നിൽക്കും എന്ന് തോന്നിയെന്ന് എനിക്ക് തോന്നി. ഞാനെപ്പോഴും ഷോ കാണുമ്പോൾ ഞാൻ ബിഗ് ബോസിന്റെ കണ്ടസ്റ്റന്റ് ആയിട്ടല്ല, ഞാൻ ആ ഷോയുടെ ഒരു ഓഡിയനായിട്ട് പോയി കാണുന്നു, ഓഡിയൻസിന്റെ ഒരാളായിട്ട് കാണുന്ന ആളാണ്. എന്തിനു ഞാൻ അവിടെ സംസാരിച്ചു പോലെ നീ പുറത്തിറങ്ങുമ്പോ ആ പാവ നിനക്ക് കിട്ടും, അല്ലെങ്കിൽ നീ വാങ്ങിച്ചോ, ആരെ വാങ്ങിച്ചോ. അപ്പൊ ഞാനൊരു ബിഗ് ബോസിന്റെ ഫ്ലോറിന്റെ അപ്പുറത്തേക്കാണ് അറിഞ്ഞേക്കണേ കോമ്പൗണ്ടിലേക്ക്. അതിപ്പോ അവിടുത്തെ നല്ല എടുത്തിട്ട് വരെ വെച്ചോ, അല്ലെങ്കിൽ എനിക്ക് ഞാനെ അന്വേഷിക്കാനേ പോലില്ല. എന്റെ നേരത്തെ 2 കേക്ക് ഇടിച്ചു. ഞാൻ എനിക്ക് കൂടുതൽ അവളിടിച്ച് എനിക്ക് അങ്ങനെ ഒന്നും കേൾക്കാൻ പോകുന്നില്ല.